Good morning everybody, welcome back into my kitchen and the cooking experiments ന്റെ ഭാഗമായിട്ട് വളരെ ഇതുവരെ ഞാൻ ട്രൈ ചെയ്യാത്ത ഒരു സംഭവം ചെയ്യാൻ പോവാണ്. ഐ റിയലി ക്രേവ് ബ്രെഡ്. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള കാര്യമാണ് ബ്രെഡും ബ്രെഡ് പ്രോഡക്ട്സും. ഐ ജസ്റ്റ് ലവ് ഇറ്റ്. ഭയങ്കര ഹൈ ഇൻ കാർബ്സ് ആയതുകൊണ്ട് ഞാൻ അധികം കഴിക്കാറില്ല. പക്ഷെ എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴെങ്കിലും കുക്ക് ചെയ്താൽ എനിക്ക് ബേക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉള്ള ആളാണ്. ബേക്ക് എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് ബ്രെഡ്. പക്ഷെ ഇതുവരെ ചെയ്യാത്തതുകൊണ്ട് ഐ ഹാവ് നോ ഐഡിയ ഹൗ ടു ഡു ഇറ്റ്. അപ്പം ഞാൻ എൻ്റെ കിച്ചൺ റെഡി ചെയ്തപ്പം ഐ ഫൗണ്ട് കുറച്ച് മൈദപ്പൊടി, ഒരു ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റിന്റെ പാക്കറ്റ്. അപ്പോൾ ഐ തോട്ട് ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് എന്തായാലും ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റണമല്ലോ. സോ ഐ ഗോയിങ് ടു ഗിവ് ഇറ്റ് എ ഷോട്ട്. ഇത് ട്രയൽ ആണ്, ദിസ് ഇസ് നോട്ട് ദ റിയൽ ഡീൽ. കുറച്ചേ ഉള്ളൂ. അപ്പം ഇത് വർക്കാവോ ഇല്ലയോ എന്ന് എനിക്ക് ആദ്യം നോക്കണം. ഓക്കെ, സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ കയ്യിൽ വളരെ കുറച്ച് മൈദപ്പൊടിയേ ഉള്ളൂ, ഓൾ പർപ്പസ് ഫ്ലവർ. അപ്പം അത് ഫുൾ യൂസ് ചെയ്തിട്ട് ഐ എം ഗോയിങ് ടു ട്രൈ ഇറ്റ് ഔട്ട്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് ഉണ്ട്. ഇതൊരിക്കലും യൂസ് ചെയ്യരുതെന്ന് എനിക്കറിയാം, പക്ഷെ ട്രയൽ ആയതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. നോക്കൂ ഡേറ്റ്. എൻ്റെ വീട്, എൻ്റെ കിച്ചണിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് എക്സ്പയറിക്ക് അടുത്ത്. സോ 05/18 ആണ് ഡേറ്റ്. 7 months ആണ് ബെസ്റ്റ്. ഇതൊരു 2 വർഷമായി. എനിവേ whatever. You need some salt and you need some room temperature ഉള്ള water. കൂൾ. സോ വെരി സിമ്പിൾ. ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യുക, കുറേ നേരം അതിനെ ഇരുത്തുക, ലെറ്റ് ഇറ്റ് സിറ്റ് ഫോർ സം ടൈം, അത് റൈസ് ആവാൻ വേണ്ടി. ആൻഡ് ദെൻ യു പുട്ട് ഇറ്റ് ഇൻ ടു എൻ അവൻ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. സോ ലെറ്റ് മീ മിക്സ് ഇറ്റ് നൗ. വാട്ടർ. Then you put some salt. And finally, the yeast. And then add the yeast. ഇനി ഈസ്റ്റ് എത്ര ആഡ് ചെയ്യണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇതൊരു ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് ആയതുകൊണ്ട് യു ഹാവ് ടു ലെറ്റ് ഇറ്റ് സിറ്റ് ഫോർ അബൌട്ട് 12 to 18 hours. ഇനി ഞാനിത് മിക്സ് ചെയ്യട്ടെ കേട്ടോ. കുറച്ചുകൂടെ ഈസ്റ്റ് ആഡ് ചെയ്യണോ? ഓക്കെ, now I'm just going to mix it up really well. ഇത് വർക്കാവോ ഇല്ലയോ എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല, ബിക്കോസ് എൻ്റെ ഈസ്റ്റൊക്കെ പഴകി പണ്ടാറ് തുടങ്ങിയ ഈസ്റ്റാണ്. പക്ഷെ ഐ ഹാഡ് സം ഇൻ ദ ഫ്രിഡ്ജ് വിച്ച് ഇസ് കമൻഡബിൾ. അതെന്തുകൊണ്ടാണ് ഇവിടെ ഉള്ളതെന്ന് എനിക്കറിയില്ല. ഐ തിങ്ക് പിസ്സ ബേസ് എന്തോ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടാണ്. സോ ഇത് നന്നായി നീഡ് ചെയ്യുക. Put some more water. സോ ഞാൻ വായിച്ചപ്പം ഇറ്റ് സെഡ് ദാറ്റ് ഒരു റൂം ടെമ്പറേച്ചർ വെള്ളമാണ് ബെസ്റ്റ് ഫോർ ദ ഈസ്റ്റ് ടു റൈസ്. കാരണങ്ങളൊന്നും എനിക്കറിയില്ല, ഇതിനെക്കുറിച്ച് റിസർച്ച് ഒക്കെ ഞാൻ ചെയ്യണം. ബട്ട് അറ്റ് ദിസ് പോയിന്റ് ഇത് ഞാൻ നീഡ് ചെയ്തിട്ട് ബാക്കി റെക്കോർഡ് ചെയ്യട്ടെ. ഒരു സെക്കൻഡ് കേട്ടോ. സോ ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടെ മിക്സ് ചെയ്ത് ഇതൊരു മൈദ ബോൾ ആക്കിയിട്ടുണ്ട്. നൗ ഇതൊരു 15, 16, 17, 18 മണിക്കൂർ ഇരിക്കണം. സോ നാളെ രാവിലെ ഐ വിൽ ട്രൈ ടു ഡു ദിസ് ട്രയൽ ആൻഡ് സി എങ്ങനെയാണ് എന്താവാന്നൊന്നും എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വെറുതെ ഒരു ട്രയൽ ആയതുകൊണ്ട് നല്ല ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഓൾമോസ്റ്റ് എക്സ്പയറി വന്ന പ്രോഡക്ട്സ് ആണ്. ഓൾമോസ്റ്റ് എക്സ്പയറി അല്ല, വെരി എക്സ്പയർഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടാണ്. സോ there you go, that's my ball. I'm going to put it into this. അത് കവർ ചെയ്യും with one plastic sheet and then I will wait for tomorrow. സോ ക്ലിംഗ് റാപ്പിൽ ഞാൻ ഈ ബോളും ഡോവും അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം നമ്മൾ റൈസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. പുറത്തും വെക്കാം, ഫ്രിഡ്ജിനകത്തും വെക്കാം. കുറേ നേരം മാറ്റി വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെച്ചോളൂ. പക്ഷേ ഇഫ് യു വോണ്ട് ടു ബേക്ക് ഫാസ്റ്റർ, ലീവ് ഇറ്റ് ഔട്ട് സൈഡ്. സോ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റന്റ് അല്ലല്ലോ, ഇറ്റ്സ് ഗോയിൻ ടു ടേക്ക് എ ലോങ് ടൈം. എവിടെ വെക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. മേ ബി ദ ഫ്രിഡ്ജ് ഓർ ഔട്ട് സൈഡ്, വട്ട് എവർ ഇറ്റ് ഈസ്, ഐ വിൽ ഫിഗർ ഇറ്റ് ഔട്ട്. ഓക്കെ, സോ എൻ്റെ ഡോ ഓവനായിട്ട് ഇരുന്നത് ഈ ഒരു കൊലത്തിലായി. കൂടുതലിരുന്നോ ഒന്നും എനിക്കറിയത്തില്ല, ബട്ട് വിൽ ഹാവ് ടു സീ വെദർ ഇറ്റ് വിൽ കം ഔട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ഇറ്റ്സ് ടൈം ടു ബേക്ക്. കാഫിൻ്റെ ഈ അവനിലാണ് ഞാൻ ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി അത് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ 220 degrees Celsius സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നൗ ലെറ്റ്സ് ഗെറ്റ് ദ റെസ്റ്റ് ഓഫ് ഇറ്റ് റെഡി. സോ ഇനി നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ബേക്കിംഗ് ട്രേ വേണം, നമ്മളുണ്ടാക്കിയ ഡോ വേണം, ബേക്കിംഗ് പേപ്പർ വേണം, പാച്ച്മെന്റ് പേപ്പർ, ആൻഡ് കുറച്ച് ഫ്ലവർ. ഓക്കെ, നൗ ലെറ്റ്സ് ഡു ദിസ്. നമ്മളുടെ ബേക്കിംഗ് പേപ്പർ ആ ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ട് ജസ്റ്റ് സ്പ്രിങ്കിൾ സം ഡോ. നമ്മളിത് എവിടെയാണോ വെക്കാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു, ഒരു ഐഡിയ ഇല്ല, വീഡിയോ കണ്ടിട്ടില്ല ഞാൻ. ഐ എം ജസ്റ്റ് റീഡിങ് എ റെസിപ്പി. അടുത്ത സ്റ്റെപ്പ്, ഈ ഒരു ബോളിൽ നിന്ന് ആ ഒരു ഡോ ഒരു സ്പാച്ചുല വെള്ളം യൂസ് ചെയ്തിട്ട് പുറത്തെടുക്കുക ആൻഡ് ആ ഒരു ബേക്കിംഗ് ട്രേയിൽ വെക്കുക വിത്ത് ഫ്ലവർ. ഓക്കെ, വളരെ നല്ല ഈസ്റ്റിൻ്റെ സ്മെല്ലുണ്ട്. കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയം. ഈസ്റ്റ് വട്ട് whatever it is, ഇതിനി റെഡി ആയിട്ട് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ്, I'm going to put it into the oven once it's hot. Okay, so bread അവനിലേക്ക് കയറാൻ സമയമായി. സോ ഐ ജസ്റ്റ് വാണ്ട് ടു ഷോ യു ബേക്കിങ്ങിൻ്റെ ഒരു സൈനിലായിട്ടിരിക്കുന്നത്. ഐ കെപ്റ്റ് ഇറ്റ് അബൌട്ട് 220. 15 മിനിറ്റത്തേക്ക് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തു. ആൻഡ് നൗ ഇറ്റ്സ് ടൈം ഫോർ
the bread to go, the dough to go in. Okay. Now നമ്മളുടെ dough അകത്തേക്ക് പോകാൻ സമയമാണ്. ഞാൻ ഭയങ്കര നെർവസ് ആണ് ബിക്കോസ് എൻ്റെ ജീവിതത്തിൽ I have never baked like bread. Pizza ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ. So I didn't have to do much. But now കൊളോ ആവുമായിരിക്കും അല്ലേ. Let's do this. Nicely hot. Oof. And we'll just put it there and cut it. ഇനി ഒരു 25-30 minutes max. All the best, Ranju. Okay, so കുറച്ച് നേരം കഴിഞ്ഞിട്ട് I've just come back to check. അമ്മേ നല്ല ചൂട് ആയോ എന്നാവോ എനിക്കറിയില്ല. Let me see. If it's a hollow sound, it's ready. കുറച്ചുകൂടി ആവാം. Okay. ആ ഒച്ച കേൾക്കാവോ? That means my baking time is over. ഇനി എന്തായോ അവസ്ഥ. There you go. Do you think it's ready? പറയുന്നത് ഒരു ഹോളോ സൗണ്ട് കേട്ടായി എന്നാണ്. ഹോളോ അല്ല, പാറക്കല്ല് പോലെ ഉണ്ട്. Anyway, let's see. Okay, time for us to take it out, people. Okay, let's put it out there. And ഇതാണ് ഞാൻ ഉണ്ടാക്കിയത്. God knows what it will look like. Shall we take a look? Okay, on first look എന്തൊക്കെയോ പ്രശ്നമുണ്ട്. But it looks like, a little like bread. പക്ഷേ ഒരു ക്രിക്കറ്റ് ബോൾ പോലെ ആയി. I think it's because എല്ലാം പഴകിയ സാധനം യൂസ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. It's very very dense. See? ഷോ നോക്കാം. എൻ്റെ അമ്മേ എങ്ങനെയുണ്ട്? കട്ട് ചെയ്ത് നോക്കാം. അയ്യോ holy shit guys, oh my god. Okay നോക്കുന്നേ. ഷോ എൻ്റെ ആദ്യത്തെ ബ്രെഡ് ഉണ്ടാക്കൽ പരീക്ഷണം കുളമായിരിക്കുകയാണ്. അതെനിക്കറിയായിരുന്നു ആവുന്നു, പക്ഷെ ഇത്രയും ബോറാവുന്ന ഞാൻ വിചാരിച്ചില്ല ഗൈസ്. ഓക്കെ, സോ അത് കട്ട് ചെയ്യാൻ ഞാൻ എന്താ പറയുക ശ്രമിച്ചത് ചെയ്തു. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. സോ കാണാൻ ബ്രെഡ് പോലെയൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര ഡെൻസ് ആണ്. മേ ബി ഉപയോഗിച്ച് എന്തൊക്കെയോ കോഡിങ് കുറഞ്ഞൊക്കെ ഇരിപ്പുണ്ട്. ഷിറ്റ്. ബട്ട് ഇറ്റ് ലുക്സ് ഓക്കെ. ഫോർ ഫസ്റ്റ് അറ്റംപ്റ്റ് ഐ എം ഓക്കെ. ഐ തിങ്ക് കുറച്ചുകൂടെ കുറവ് ചെയ്താൽ മതിയായിരുന്നു. And maybe some other things. I think I'll have to learn to bake better, you guys. But for a first attempt, at least, എന്താ പറയാ, ഒന്നും പറയാനില്ല. Let's see how it tastes. So, എൻ്റെ bread experiment has gone for a total flop, okay? Like bread പോലെയൊക്കെ ഉണ്ട്, പക്ഷേ ഐ തിങ്ക് വെച്ച സമയം കൂടുതലാണോ, ഈസ്റ്റ് കൂടിപ്പോയോ, എല്ലാം പഴയ ഇതായതുകൊണ്ടാണോ, നോ ഐഡിയ. കത്തി കൊണ്ട് വരെ പൊട്ടിക്കാൻ പറ്റുന്നില്ല എൻ്റെ ബ്രെഡ്. സോ ഞാൻ എങ്ങനെ കഴിക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് inside ബിറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഔട്ട്സൈഡ് ഇസ് ഇൻപെനട്രബിൾ. ബട്ട് ടേസ്റ്റ് ലൈക്ക് ബ്രെഡ്. ഓക്കെ, കഴിക്കാം അകത്തെ മാത്രം. പക്ഷെ ഐ തിങ്ക് ഐ നീഡ് ടു കുക്ക് ഇറ്റ് ലെസ്സർ ആൻഡ് കുറച്ചുകൂടെ കറക്ഷൻസ് ഒക്കെ ചെയ്യാനുണ്ട്. നെക്സ്റ്റ് ടൈം ഐ മേക്ക് ഇറ്റ്, നോ ഐ വിൽ നെയിൽ ഇറ്റ്. ദിസ് വൺ another flop from my cooking experiments. What's new? Okay then, ta-ta. Nalum my bread, you guys. What do you think is wrong? അടുത്ത പ്രാവശ്യം ഞാൻ ബെറ്റർ ആക്കും കേട്ടോ. ഐ എം വെരി ഡിസപ്പോയിൻറ്റഡ്. യാ, യു കൻ ഹിയർ മീ ഈറ്റ്, നോ? Like, I don't understand. How can you screw something up with just 4 ingredients? Something else wrong. സോ ആസ് യു ആൾ നോ, എനിക്ക് ഫുഡ് വേസ്റ്റ് ചെയ്യാൻ ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ ഞാൻ എൻ്റെ ഞാൻ ഉണ്ടാക്കിയ ഈ ബണ്ണോ ബ്രെഡോ വാട്ട് എവർ ഇറ്റ് ഈസ് ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. പക്ഷെ ദ ഓൺലി വേ ഐ തിങ്ക് ഇറ്റ്സ് എഡിബിൾ ഇസ് ഇഫ് യു ലൈക്ക് കവർ ഇറ്റ് അപ്പ് വിത്ത് എ ലോട്ട് ഓഫ് അതർ സ്റ്റഫ്. ആൻഡ് ഐവ് ഗോട്ട് ദ പെർഫെക്റ്റ് തിങ്. When everything else is screwed up, introduce some lotus biscoff into your life. Cover up technique. So I've put my lotus biscoff onto our bed in agatthulla bhagam, and let's see if it's any better. Oh yeah, bread karinjalum dense ആയി പോയാലും lotus biscoff ഉണ്ടെങ്കിൽ breakfast is ready. Bye you guys.
Don't follow any of the stuff that I show you on YouTube channels. It's rubbish, I tell you. The stuff I do, my God. And Kaichu, the rest of it was very, very hard.